നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്നിപ്പോൾ സ്പീക്കർ സഭാ നടപടികൾ നിർത്തിവെച്ചു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് വരുന്നത്. നാടകീയ രംഗങ്ങൾക്കാണ് ഇന്ന് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചിട്ടുണ്ട്. എംഎൽഎമാരുൾപ്പെടെയുള്ളവർ ശ്രമിച്ചിട്ടുണ്ട്. വലിയ ബഹളമാണ് ഇന്നും ഉണ്ടായത്. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇന്നും പാരഡി ഗാനം, പ്ലക്കാർഡുകളൊക്കെ ഏന്തിക്കൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഒടുവിൽ അത് സ്പീക്കറുടെ ഡയസിലേക്ക് കടന്നു കയറാനുള്ള ശ്രമത്തിലേക്ക് വരെ എത്തുന്നു. എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ സഭാ നടപടികൾ നിർത്തിവെച്ചല്ലോ. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അൻവർ സാദത്ത് ആലുവ എംഎൽഎ ആണ് സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറാനുള്ള ശ്രമം നടത്തിയത്. വാച്ച് ആൻഡ് വാർഡ് അദ്ദേഹത്തെ പിടിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. തുടർന്ന് സഭാ നടപടികൾ നിർത്തിവെച്ച് സ്പീക്കർ ഡയസിൽ നിന്ന് പോവുകയായിരുന്നു. ശ്രീജിത്ത്, പറയൂ, സംഭവിച്ചത് എന്താണ്? അനുജ, 9:39 ആലുവ എംഎൽഎ അൻവർ സാദത്തും മറ്റ് പ്രതിപക്ഷ എംഎൽഎമാരും സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചത്. സ്പീക്കറുടെ ഡയസിന്റെ 2 കവാടങ്ങളും വാച്ച് ആൻഡ് വാർഡ് കവർ ചെയ്തിരിക്കുകയായിരുന്നു. എന്നാൽ വാച്ച് ആൻഡ് വാർഡ് കവർ ചെയ്യുന്നതിനിടയ്ക്കൂടെ ഈ സ്പീക്കറുടെ ഡയസിന് മുന്നിലെ ഒരു തടിയുടെ വേലിക്കെട്ടുണ്ട്. ആ വേലിക്കെട്ടിന് മുകളിലൂടെ അൻവർ സാദത്ത് എംഎൽഎ കാലെടുത്ത് വെച്ച് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്ന ദൃശ്യമാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിഞ്ഞത്. ഒപ്പം ചാലക്കുടി എംഎൽഎ സനീഷ് കുമാർ ജോസഫും ഉണ്ടായിരുന്നു. പ്രതിപക്ഷ എംഎൽഎമാർ സഭാ നടപടികൾ സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നതിടെയാണ് അപ്രതീക്ഷിതമായി ഈ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. ഇതേ തുടർന്ന് സഭ നിർത്തിവെക്കുന്നതായി അറിയിച്ച് സ്പീക്കർ എൻ ഷംസീർ സഭ വിട്ടു പോവുകയായിരുന്നു. ഇപ്പോൾ സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്തായാലും വളരെ അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് ഇന്ന് ചോദ്യോത്തരവേളയുടെ തുടക്കം മുതൽ സഭാതലത്തിൽ ഉണ്ടായത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പ്രതിപക്ഷം തുടക്കത്തിൽ തന്നെ സഭ സ്തംഭിപ്പിച്ചത്. സ്വർണ്ണക്കൊള്ളയിൽ ഉത്തരവാദികളായ പ്രതികൾക്ക് രക്ഷപ്പെടാൻ സർക്കാർ അവസരമൊരുക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ അന്വേഷണ സംഘത്തിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തിയത്. അനുജ, അതായത് ഇന്നും സഭാ നടപടികളുമായി സഹകരിക്കുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് നേരത്തെ തന്നെ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ഇതിൽ മുഖ്യമന്ത്രി മറുപടി പറയുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഹൈക്കോടതി നടപടികളെ ചോദ്യം ചെയ്യുകയാണ് പ്രതിപക്ഷം എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഇന്നും അതേ വിഷയം തന്നെ ഉന്നയിച്ചുകൊണ്ട് സഹകരിക്കില്ല എന്നുള്ള നിലപാടാണോ പ്രതിപക്ഷം സ്വീകരിച്ചത്? ശ്രീജിത്ത്, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളെ പ്രതിപക്ഷം വിശ്വാസത്തിലെടുക്കുന്നില്ല, പ്രതിപക്ഷം അതിനെ അംഗീകരിക്കുന്നില്ല എന്ന ആരോപണമാണ് ഭരണപക്ഷം പൊതുവായി ഉന്നയിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് നേരത്തെ പലതവണ പല കേസുകളിലും തിരിച്ചടി കിട്ടി. അത്തരത്തിൽ കരണക്കുറ്റിക്ക് അടികിട്ടിയ കേസ് സംഭവത്തിൽ ഉള്ള ജാള്യത മറയ്ക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷം ഒരു തരത്തിലും കേട്ടുകേൾവിയില്ലാത്ത നടപടികളുമായി സഭാതലത്തിലേക്ക് എത്തുന്നത് എന്നായിരുന്നു ഭരണപക്ഷ എംഎൽഎമാരുടെയും അതോടൊപ്പം തന്നെ പാർലമെന്ററി കാര്യമന്ത്രി എം.വി. രാജേഷിന്റെയും വിമർശനം. എന്തായാലും ആ വിമർശനങ്ങൾ മറികടന്നും പ്രതിപക്ഷം സഭാ നടപടികൾ സ്തംഭിപ്പിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അതിനിടയിലാണ് 9:39 ഈ സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ആലുവ എംഎൽഎ അൻവർ സാദത്ത് ശ്രമിച്ചത്. അദ്ദേഹത്തെ വാച്ച് ആൻഡ് വാർഡ് പൊക്കി മാറ്റുകയാണ് ഉണ്ടായത്. എന്തായാലും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിനിടയിൽ സഭാ നടപടികൾ സ്തംഭിക്കുന്ന കാഴ്ച കണ്ടു. എങ്കിലും ചോദ്യോത്തരവേള മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ചോദ്യോത്തരവേളയിൽ 3 മന്ത്രിമാർ മറുപടി പറഞ്ഞു. മന്ത്രി വി ശിവൻകുട്ടി മറുപടി പറയുമ്പോഴാണ് ഇപ്പോൾ ഈ സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചുകൊണ്ടുള്ള സംഭവങ്ങൾ ഉണ്ടായത്. ചിലപ്പോൾ അൻവർ സാദത്ത് ഒപ്പം തന്നെ ടി വി ഇബ്രാഹിം എന്നീ എംഎൽഎമാരാണ് സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നും ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പേർക്ക് പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നു എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണോ പ്രതിപക്ഷം ഇത്ര വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നു? ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്, പ്രതികൾ ഒന്നൊന്നായി പുറത്തേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധം. അനുജ, സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായവരുടെ അറസ്റ്റ് കാലാവധി, റിമാൻഡ് കാലാവധി 90 ദിവസം പിന്നിട്ടു. സാധാരണ 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ അറസ്റ്റിലായ പ്രതികൾക്ക് ജാമ്യം സ്വാഭാവികമായും ജാമ്യം ലഭിക്കുന്നതാണ് ഇത് രീതി. അതുകൊണ്ട് തന്നെ പല പ്രതികൾക്കും ഇപ്പോൾ ജാമ്യം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കുകയുമാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രധാന പ്രതികൾക്ക് ജാമ്യം കിട്ടി പുറത്തു പോവുകയും അവർക്ക് തെളിവ് നശിപ്പിക്കാൻ അടക്കം ഇട നൽകുന്ന തരത്തിലുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നതാണ് സർക്കാരിന്റെ നടപടി. അതുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാത്തതിൽ വലിയ വീഴ്ച വന്നു. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രതിപക്ഷം സഭാ നടപടികൾ സമീപിച്ചത്. അനുജ, അതാണ് സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു എംഎൽഎമാർ. അതിലേറ്റവും പ്രധാനമായ ആലുവ എംഎൽഎ അൻവർ സാദത്ത് സ്പീക്കറുടെ അടുത്തേക്ക് ഏറെക്കുറെ എത്തുന്ന ഒരു ഘട്ടത്തിൽ വാച്ച് ആൻഡ് വാർഡ് അദ്ദേഹത്തെ അവിടെ നിന്ന് തടഞ്ഞ് നീക്കം ചെയ്യുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജിത്ത്, ഇന്നും ഇപ്പോൾ ഈ പാരഡി ഗാനം, അതുപോലെ തന്നെ പ്ലക്കാർഡ്, സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ നമ്മൾ കണ്ടു. അതിന് മറുഗാനം ഇന്നും മന്ത്രി വി ശിവൻകുട്ടി ആലപിച്ചു അല്ലേ?
നേരത്തെ സഭാതലത്തിൽ തന്നെ പ്രതിപക്ഷ എംഎൽഎമാർ സ്വർണം കട്ടവരാരപ്പ എന്ന പാരഡി ഗാനം ആലപിക്കുമ്പോൾ അത് കോൺഗ്രസ് ആണ് അയ്യപ്പ എന്നുള്ള തരത്തിലുള്ള മറുപാട്ട് പിന്നെ ഭരണപക്ഷ എംഎൽഎമാരും പാടുന്നുണ്ടായിരുന്നു. ഭരണപക്ഷ എംഎൽഎമാരും പ്രതിപക്ഷത്തെ നേരിടാനായി അവരുടെ ഇരിപ്പിടത്തിന് ഏറ്റവും മുൻനിരയിലേക്ക് ഇരച്ചെത്തി നിൽക്കുന്ന കാഴ്ചയാണ് തുടക്കം മുതൽ തന്നെ കണ്ടത്. പ്രതിപക്ഷത്തെ കളിയാക്കിക്കൊണ്ട് ഇന്ന് മന്ത്രി വി ശിവൻകുട്ടിയും പാടി. പ്രതിപക്ഷത്തിന് യഥാർത്ഥത്തിൽ സ്വർണം കട്ടത് ആരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ, സംരക്ഷിക്കുന്ന ആരപ്പ, സോണിയാഗാന്ധി അയ്യപ്പ എന്നാണ് വിളിക്കേണ്ടതെന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ പരിഹാസം. പ്രതിപക്ഷ എംഎൽഎമാർക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട്, സ്പീക്കറുടെ ഡൈസിൽ കയറാൻ ക്ലാസ് കൊടുക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ മന്ത്രി വി ശിവൻകുട്ടി നടത്തുമ്പോഴാണ് പ്രതിപക്ഷ എംഎൽഎമാർ സ്പീക്കറുടെ ഡൈസിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ചത്. അനുജ, സ്പീക്കറുടെ ഡൈസിലേക്ക് ഇരച്ചു കയറാനുള്ള ശ്രമം അത് ഏത് ഘട്ടത്തിലായിരുന്നു? പ്രത്യേകിച്ച് അൻവർ സാദത്തിന്റെയൊക്കെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ശ്രമത്തിലേക്ക് എത്തിയത് എപ്പോഴാണ് ശ്രീജിത്ത്? അനുജ, 9:39 ആലുവ എംഎൽഎ അൻവർ സാദത്ത് സ്പീക്കറുടെ ഡൈസിലേക്ക് ഇരച്ചു കയറുന്നത്. നേരത്തെ തന്നെ സ്പീക്കറുടെ ഡൈസിന്റെ 2 കവാടങ്ങളിലും പ്രതിപക്ഷ എംഎൽഎമാർ തള്ളിക്കയറി നിൽക്കുകയായിരുന്നു. അവരെ തടഞ്ഞുകൊണ്ട് വാച്ച് ആൻഡ് വാർഡ് നിലയുറപ്പിച്ചതുകൊണ്ടാണ് അവർക്ക് ഡൈസിലേക്ക് കയറാൻ കഴിയാത്തത്. സാധാരണ ഡൈസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുമ്പോഴൊക്കെ വാച്ച് ആൻഡ് വാർഡ് ഇത്തരത്തിൽ പ്രതിരോധം ഉയർത്തുന്ന പതിവാണ്. എന്നാൽ വാച്ച് ആൻഡ് വാർഡിന്റെ പ്രതിരോധം മറികടന്ന് സ്പീക്കറുടെ ഡൈസിന് മുന്നിലെ വേലിക്കെട്ടിന് മുകളിലേക്ക് കാലെടുത്ത് വെക്കാനാണ് അൻവർ സാദത്ത് ശ്രമിച്ചത്. അങ്ങനെ അകത്തേക്ക് കയറാൻ ശ്രമിച്ചു. അപ്പോഴേക്കും വാച്ച് ആൻഡ് വാർഡ് ഇടപെട്ട് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഇതോടെ സ്പീക്കർ നടപടികൾ നിർത്തിവെച്ച് സഭയിൽ നിന്ന് പുറത്തേക്ക് പോയി. ഇപ്പോൾ സഭാ നടപടികൾ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുന്നു. ഇന്ന് ചോദ്യോത്തരവേളയുടെ 41 മിനിറ്റ് പിന്നിട്ടപ്പോഴാണ് ഇത്തരത്തിൽ സഭാ നടപടികൾ പൂർണ്ണമായും നിർത്തിവെച്ചുകൊണ്ടുള്ള തീരുമാനവും ഇടപെടലും വരുന്നത്. സ്പീക്കറിന്റെ ഡൈസിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമമാണ്. തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷം വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പ്രതികൾ ജാമ്യം കിട്ടി പുറത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രധാന പ്രതിയാണ്. അദ്ദേഹവും ജാമ്യം ലഭിച്ച് പുറത്തേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത്. പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കുകയാണ് എന്നൊക്കെയുള്ള ആരോപണം പ്രതിപക്ഷം ഉയർത്തുകയാണ്. വലിയ വിമർശനം സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഇന്നും പ്രതിപക്ഷം ഉയർത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇതിന് മറുപടി നൽകിയതാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. ഇപ്പോൾ ഹൈക്കോടതിക്കെതിരെയുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ മുഖ്യമന്ത്രി അന്ന് വ്യക്തമാക്കുകയും ചെയ്തത്. ഇന്ന് വീണ്ടും അതേ വിഷയത്തിൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നു. സഭാ നടപടികളുമായി തങ്ങൾ സഹകരിക്കില്ല എന്ന് പ്രതിപക്ഷം വ്യക്തമാക്കുകയും ചെയ്യുന്നു. രൂക്ഷ വിമർശനം ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. മന്ത്രി എം പി രാജേഷ് പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്പ്രിംഗ്ലർ വിഷയത്തിൽ കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് പ്രതിപക്ഷത്തിന് ഏറ്റത്. അതിന്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടിയുള്ള നീക്കമാണിപ്പോൾ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ്. ഭരണഘടനയെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് ഈ പ്രതിപക്ഷ അംഗങ്ങൾക്ക് എന്നൊക്കെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് പെട്ടെന്ന് അൻവർ സാദത്ത് അദ്ദേഹം സ്പീക്കറുടെ ഡൈസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. വാച്ച് ആൻഡ് വാർഡ് അദ്ദേഹത്തെ തടഞ്ഞ് പിന്നീട് മാറ്റുകയായിരുന്നൊരു വേലി പോലെ കെട്ടിയിട്ടുണ്ട്. അത് മറികടന്ന് അകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു അൻവർ സാദത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.